തൻവി നാട്ടിൽ വന്ന ശേഷം അമ്മൂമ്മയ്ക്കൊപ്പം പല വീഡിയോസും ചാറ്റുകളും പുറത്തുവിട്ടിരുന്നു. അതിലെല്ലാം അഹാനയ്ക്കെതിരെയാണ്. അഹാന അമ്മാമ്മയെ മോശം വാക്കുകൾ ഉപയോഗിച്ചതും തെറി വിളിച്ചതും തുടങ്ങി എല്ലാ തെളിവുകളും പുറത്തുവിട്ടതിനെ തുടർന്ന് ഏറെ നാളുകളായി സൈലൻ്റായ അഹാന വീണ്ടും ഇപ്പോൾ അമ്മാമ്മയ്ക്കും തൻവിക്കുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും നേരെ മോശമായ കാര്യങ്ങൾ വന്നപ്പോൾ പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പോലും ഞാൻ പ്രതികരിച്ചു. എത്രയൊക്കെയാണെങ്കിലും സത്യത്തിൻ്റെ ഭാഗത്തല്ലേ കാര്യങ്ങൾ നിൽക്കൂ, എന്തൊക്കെയാണെങ്കിലും അതുതന്നെയല്ലേ സംഭവിക്കൂ എന്ന് മാത്രമാണ് ഞാനന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി അപ്പുറത്തുള്ളവർ അതിനെ വളച്ചൊടിച്ചു. അവർക്ക് വേണ്ട രീതിയിൽ തെളിവുകൾ നിരത്തി അവരുടെ ഭാഗം പൂർണ്ണമായും മറച്ചുവെച്ച് എന്നെ കുറ്റക്കാരിയാക്കി. എൻ്റെ സമൂഹത്തിലുള്ള പേര് നശിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു അവരുടെ എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരിപ്പിച്ച ആ ഒരു ഓഡിയോയും ചാറ്റുകളും എൻ്റെ തന്നെയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഉപയോഗിക്കാത്ത അത്തരം വാക്കുകൾ ഒരാൾക്ക് നേരെ ഉപയോഗിക്കുന്നതിനുള്ള കാരണം അവർ വ്യക്തമാക്കിയില്ല. അശ്ലീലവും തീരെ കേൾക്കാൻ പാടില്ലാത്തതുമായ വാക്കുകളാണ് എൻ്റെ അമ്മാമ്മയിൽ നിന്ന് ഞാൻ കേട്ടത്. അത് കേട്ടപ്പോൾ എൻ്റെ നിയന്ത്രണം നഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ആ വാക്കുകളെല്ലാം ഉപയോഗിച്ചത്. ആ ഭാഗം അവർ പൂർണ്ണമായും മറച്ചുവെച്ചു. തൻവിയായിരുന്നു അമ്മാമ്മയെ കൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തി. പലപ്പോഴും അവൾ ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അവളെ അതിൽ നിന്നെല്ലാം മുക്തയാക്കിയതും ഞങ്ങളാണ്. എന്നിട്ടിപ്പോൾ അവൾ ഞങ്ങൾക്ക് നേരെ തിരിയുന്നു. ഞാൻ എൻ്റെ അമ്മമ്മയെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൻവി ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർ പറയുന്ന ആ ദിവസത്തെ എല്ലാ വീഡിയോയും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് സോഷ്യൽ മീഡിയയിൽ എപ്പോൾ വേണമെങ്കിലും ഇടും. എനിക്കെതിരെ അവരെന്തെങ്കിലും കൂടുതലായി പറയുകയാണെങ്കിൽ ഇടാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണത്. അമ്മാമ്മയ്ക്ക് ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അവരെ കാണാൻ പോകുമ്പോഴെല്ലാം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതൊരു പതിവാണ്. അതെന്തായാലും ഉപകാരത്തിനായി. വീഡിയോയുടെ വ്യൂസും മറ്റു കാര്യങ്ങളും കുറയുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ എന്നെ തേടി എന്നെ വരും. അവർക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകൾ ഞാനായിരുന്നു. അവരുടെ കാര്യങ്ങളെ ഞാൻ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ അവർക്ക് ഞാനതല്ലാതായി. മാത്രമല്ല അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് നേടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതെല്ലാം അവർ സൗകര്യപൂർവ്വം മറന്നു. ഏറെ നാളുകളത്തെ മൗനത്തിന് ശേഷമാണ് അഹാന ഇങ്ങനൊരു പോസ്റ്റ് തൻവിക്കെതിരെയായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈയിടെയായി തൻവിക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷൻസും മറ്റുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണോ അഹാന ഇത്തരത്തിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന് നിരവധി പേരാണ് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും അഹാനയും കുടുംബവും തങ്ങളുടെ ഭാഗം വ്യക്തമാക്കുകയും തൻവിക്കെതിരെ പൂർണ്ണമായും തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു എതിരഭിപ്രായം കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്.